സോൾസൗക്യയിലേക്ക് ഏവർക്കും സ്വാഗതം. സസ്യലതാദികൾ സൂര്യപ്രകാശത്തിലെ സപ്തവർണ്ണങ്ങളിൽ നിന്നും ഊർജത്തെ സ്വീകരിക്കുന്നത് പോലെ മനുഷ്യർക്കും സൂര്യയോഗയിലൂടെ സൂര്യപ്രകാശത്തിലെ സപ്തവർണ്ണങ്ങളെ ആഗിരണം ചെയ്യാവുന്നതാണ്. നമ്മുടെ സഹസ്രാര ചക്രയുടെയും ഷഡാധാര ചക്രകളുടെയും നിറങ്ങൾ സപ്തവർണ്ണങ്ങളാണ്. സഹസ്രാര ചക്രയുടെ നിറം വയലറ്റ്, ആജ്ഞാചക്രയുടെ നിറം ഇൻഡിഗോ, വിശുദ്ധി ചക്രയുടെ നിറം ബ്ലൂ, അനാഗത ചക്രയുടെ നിറം ഗ്രീൻ, മണിപ്പൂര ചക്രയുടെ നിറം യെല്ലോ, സ്വാധിഷ്ഠാന ചക്രയുടെ നിറം ഓറഞ്ച്, മൂലാധാര ചക്രയുടെ നിറം റെഡ്. വിബ്ജിയർ. സൂര്യയോഗയിലൂടെ പ്രത്യേക പരിശീലനങ്ങളിലൂടെയാണ് ചക്രകളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സാധ്യമാകുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും ശരീരത്തിൽ വെച്ച് സപ്തവർണ്ണങ്ങളായി മാറ്റപ്പെടുന്നുവെന്നും ഇത് ചക്രകളിലൂടെ സ്വീകരിച്ച് പ്രാണനായി ഊർജമായി നാം തന്നെ ഉപയോഗിക്കുന്നുവെന്നുമാണ് ക്രോമോതെറാപ്പി അഥവാ വർണ്ണ ചികിത്സ പറയുന്നത്. സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തുമുള്ള ഒട്ടും കാഠിന്യമില്ലാത്ത ആ പ്രകാശത്തെ, ആ സൂര്യപ്രകാശത്തിലാണ് നമ്മൾ സൂര്യയോഗ ചെയ്യുന്നത്. ഇതാണ് അതിന് ഏറ്റവും അനുയോജ്യവും. അതിപുരാതന കാലം മുതൽ ഭാരതത്തിലും പുരാതന ഗ്രീസിലും മറ്റും ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നതായി കാണുന്നു. പുരാതന ഗ്രീസിലെ സൂര്യക്ഷേത്രത്തിൽ ഇതിനു പറ്റിയ ഒരു ഹാള് പോലും ക്രമീകരിക്കുകയും സൂര്യപ്രകാശത്തെ സ്വീകരിച്ചുകൊണ്ട് ചികിത്സകൾ പോലും നടത്തിയിരുന്നതായും കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് പരിശീലനത്തിലേക്ക് കടക്കാം. അപ്പോൾ ഉദയാസ്തമന സമയമാണ് സൂര്യയോഗ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയം. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന അത്തരം ഒരു സ്ഥലം നമ്മൾ ആദ്യമായി തിരഞ്ഞെടുക്കണം. അപ്പോൾ ഏതാനും നിമിഷം ഉദയ സമയത്ത് സൂര്യഭഗവാനെ നോക്കുക, കണ്ണുകളടച്ച് പിന്നെ വണങ്ങുക, പ്രാർത്ഥിക്കുക. 2. കണ്ണുകളടച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെയും ഓറയെയും ഷഡാധാര ചക്രകളെയും അവയുടെ നിറങ്ങളെയും വിഷ്വലൈസ് ചെയ്യുക. ഒരു 10 തവണ അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുക. ചക്രകൾ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിയുന്നത്. അവയ്ക്ക് സപ്തവർണ്ണങ്ങളാണ്. ഇനി ഓരോ ചക്രയെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യം സഹസ്രാര ചക്രയും പിന്നീട് മൂലാധാര ചക്രയും പിന്നെ മുകളിലേക്കുള്ള ചക്രകളെയും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചക്ര ബ്രീത്തിങ് മെത്തഡോളജിയാണ് ഈ ലെവൽ 1 നമ്മൾ പരിശീലിക്കാൻ പോകുന്നത്. ശ്വസിക്കുമ്പോൾ ചക്രകളിലൂടെ ആ ചക്രകളുടെ ധാതു നിറങ്ങൾ തന്നിൽ പ്രവേശിക്കുന്നതും നിശ്വസിക്കുമ്പോൾ ആ നിറങ്ങൾ തന്നിൽ നിന്ന് പുറമേക്ക് വിന്യസിക്കുന്നതും ചെയ്യുന്ന രൂപത്തിലാണ് ചക്ര ബ്രീത്തിങ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. കണ്ണുകൾ അടച്ചുകൊണ്ട് ആദ്യം സഹസ്രാര ചക്രയെ വയലറ്റ് നിറത്തിൽ വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം മൂലാധാര ചക്രയെ കണ്ണുകൾ അടച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. ചുവപ്പ് നിറത്തിൽ മൂലാധാര ചക്ര ബ്രീത്ത് ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് 10 തവണ ബ്രീത്ത് ചെയ്യുക. അതിനുശേഷം സ്വാധിഷ്ഠാന ചക്രയെ ഓറഞ്ച് നിറത്തിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് 10 തവണ ചക്ര ബ്രീത്തിങ് ചെയ്യുക. തുടർന്ന് മണിപ്പൂര ചക്ര മഞ്ഞ നിറത്തിൽ ബ്രീത്ത് ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് 10 തവണ ചക്ര ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം അനാഗത ചക്രയെ പച്ച നിറത്തിൽ സങ്കല്പിച്ചുകൊണ്ട് 10 തവണ അനാഗത ചക്ര ബ്രീത്തിങ് ചെയ്യുക, കളർ ബ്രീത്തിങ് ചെയ്യുക. അതിനുശേഷം വിശുദ്ധി ചക്രയെ നീല നിറത്തിൽ സങ്കല്പിച്ചുകൊണ്ട് 10 തവണ കളർ ബ്രീത്തിങ് ചെയ്യുക. അവസാനമായി ആജ്ഞാചക്രയെ ഇൻഡിഗോ നിറത്തിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് 10 തവണ ചക്ര കളർ ബ്രീത്തിങ് ചെയ്യുക. ഇതിന് ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ശ്വാസനിശ്വാസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് സൂര്യഭഗവാനിൽ നിന്നും സപ്ത നിറങ്ങളെയും സകല ചക്രകളും സ്പിൻ ചെയ്യുന്നതായി സങ്കല്പിച്ചുകൊണ്ട് സകല ചക്രകളിലൂടെയും 7 നിറങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ടുള്ള സപ്തവർണ്ണങ്ങളിലുള്ള ചക്ര ബ്രീത്തിങ് ചെയ്യുക. അതും 10 തവണ ചെയ്യുക. ഇങ്ങനെ രാവിലെയും വൈകിട്ടും ദിവസവും പരിശീലിക്കുകയാണെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് സപ്തവർണ്ണങ്ങളെ ഊർജമായി സ്വീകരിക്കുന്നതിനുള്ള നമ്മുടെ കഴിവ് വർദ്ധിച്ചു വരും. ഇങ്ങനെ പരിശീലിക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്തും സമയത്തും, ഇപ്പോൾ വർഷക്കാലങ്ങളിലാണെങ്കിൽ നമ്മളുടെ മുറികളിൽ ഇരുന്ന് പോലും ഈ ടെക്നിക്കുകളിലൂടെ അന്തരീക്ഷത്തിലെ
സൂര്യപ്രകാശത്തെ നമുക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വിശേഷങ്ങളുമായി വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.